ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്രവാസി വെൽഫെയർ സ്കീമിൻ്റെ അംശാദായം എങ്ങനെ അടക്കാമെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും എല്ലാം ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം എങ്ങനെ അടക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ കേരള പ്രവാസി വെൽഫെയർ എന്നെടുത്ത് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, മെമ്പർഷിപ്പ് ഐ ഡി, അതേപോലെ യൂസർ ഡീറ്റെയിൽസ്, അതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ നമ്പർ, മെമ്പർഷിപ്പ് നമ്പർ. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല്, അതേപോലെ ഐ ഡി പ്രിന്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അംശാദായം കാർഡ്, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ, നോമിനേഷൻ ചേഞ്ച് ചെയ്യാൻ, ഓൺലൈൻ പേയ്മെന്റ് റെസിപ്റ്റ്, നിങ്ങൾ മുന്നേ അടച്ചതിൻ്റെ റെസിപ്റ്റ് ആവശ്യമാണെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേ, സബ്സ്ക്രിപ്ഷൻ ആൻഡ് പെനൽറ്റി. ഇനി ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ഹിസ്റ്ററി എല്ലാം ഇവിടെ കാണിക്കും. അതായത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് 1750. നമ്മൾ എത്രയാണ് അടച്ചത്, ഇനി എത്ര അടക്കാൻ ബാക്കിയുണ്ട്, അതെല്ലാം ഇവിടെ കാണിക്കും. ഇനി പേയ്മെന്റ് മോഡ്, ഇത് അടക്കുന്നതിന് വേണ്ടി പേയ്മെന്റ് മോഡിൽ വന്നതിന് ശേഷം എന്താണ് നമ്മൾ അടക്കാനുള്ളത്. ഫൈനാണെങ്കിൽ ഫൈന്, അംശാദായമാണെങ്കിൽ അംശാദായം, അതായത് സബ്സ്ക്രിപ്ഷൻ. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയാണ് അടക്കാനുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അടക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ നൗ എന്നത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് വെച്ചോ എങ്ങനെയാണ്, അതായത് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അടക്കാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടക്കാൻ പറ്റും, ഡെബിറ്റ് കാർഡ്, UPI എന്നിവയെല്ലാം ഉപയോഗിച്ച് അടക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.